ഹായ് എവ്രി വൺ, വെൽക്കം ടു കൊമേഴ്സ് വേൾഡ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രോസസ്സാണ്. ഇൻവെസ്റ്റ്മെന്റിന് വന്നിട്ട് മൊത്തം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 പ്രോസസ്സാണ് വരുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ടാക്സ് കൺസിഡറേഷന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണോ, റിട്ടേണിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഒരു ഗ്രോത്ത് എന്നുള്ള രീതിയിലോട്ടാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, ദെൻ അതിന് ശേഷം നമ്മളൊരു സെക്യൂരിറ്റീസിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറഞ്ഞ പോലെ തന്നെ എന്താണ് എന്നുള്ളത് നമ്മൾ അനാലിസിസ് ചെയ്തു. അതിനുശേഷം ഏത് സെക്യൂരിറ്റീസിലോട്ട് നമ്മൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ അവിടെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാകും. ആ സെക്യൂരിറ്റീസിന്റെ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ലൈക്ക് ഇക്വിറ്റീസോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസോ എന്തെങ്കിലും നമ്മൾ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ആ സെക്യൂരിറ്റീസിന്റെ അനാലിസിസ് നടത്തണം. അതായത് ഇതിന് മുന്നത്തെ പാസ്റ്റ് പെർഫോമൻസ് എങ്ങനെയാണ് മാർക്കറ്റഡ്, അതേപോലെ തന്നെ എത്രത്തോളം റിട്ടേൺ ആണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ അനാലിസിസ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഒരു പോർട്ട്ഫോളിയോ വന്നിട്ട് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. റിസ്ക് എത്രത്തോളം മിനിമൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മിനിമൈസ് ചെയ്തിട്ട് ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ദെൻ നാലാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ആ പോർട്ട്ഫോളിയോനെ കുറിച്ചുള്ള ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളുടെ പോർട്ട്ഫോളിയോ എല്ലാം ചെയ്തതിന് ശേഷം അതിന് ഒരിക്കൽ കൂടി നമ്മൾ റിവൈസ് ചെയ്ത് നോക്കുക. ലൈക്ക് നമ്മൾ പഠിച്ചതിന് ശേഷം റിവൈസ് ചെയ്യില്ലേ, അതാണ് ഈ 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സിൽ വരുന്ന 5 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ആദ്യം നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യണം, ദെൻ സെക്യൂരിറ്റീസ് അനാലിസിസ് നടത്തണം, ദെൻ പോർട്ട്ഫോളിയോ മിനിമൈസ് റിസ്കിൽ കൺസ്ട്രക്ട് ചെയ്യണം, ദെൻ ആ പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണം, ദെൻ ആ പോർട്ട്ഫോളിയോന് റിവൈസ് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സ്പെക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു. സോ ഈ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചറിലോട്ട്, അതായത് ഫ്യൂച്ചർ പീരീഡിലോട്ട് നമ്മളിപ്പോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ഒരു എമൗണ്ടിനെക്കാട്ടിലും കൂടുതൽ റിട്ടേൺ, അതായത് ഇപ്പൊ കിട്ടുന്ന റിട്ടേണിനെക്കാട്ടിലും കൂടുതൽ റിട്ടേൺ നമുക്ക് ഫ്യൂച്ചറിലോട്ട് കിട്ടും എന്നുള്ള ഒരു അസംഷനിൽ പോയി നമ്മൾ ചെയ്യുന്നതാണ് ഈ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്പെക്കുലേഷൻ മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് അസറ്റ്സ് ഓർ സെക്യൂരിറ്റീസ് വിത്ത് ദ എക്സ്പെക്ടേഷൻ ഓഫ് ഗെറ്റിംഗ് പ്രോഫിറ്റ് ഫ്രം ദ പ്രൈസ് ഫ്ലക്ച്വേഷൻ എന്നുള്ളതാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. സോ ഈ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു ഓക്സിജൻ ആയിട്ടാണ് നമ്മൾ ഈ സ്പെക്കുലേഷനെ കാണുന്നത്. സോ ഇതിൽ റിസ്ക് ഉണ്ട്, പക്ഷെ ഈ റിസ്ക് നമ്മൾ എത്ര തന്നെ എടുത്താലും അതിൻ്റെതായിട്ട് ഒരു ഗെയിൻ കൂടി നമുക്ക് കിട്ടും എന്നുള്ളത് ഒരു ബേസിസിൽ നമ്മൾ ചെയ്യുന്നതാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ സ്പെക്കുലേഷൻ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് റിസ്ക്, പ്രൈസ് ചേഞ്ചസ്, ഹോൾഡിംഗ് പീരീഡ്. ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം പീരീഡ് ആണോ ലോങ് ടേം പീരീഡ് ആണോ എന്നുള്ളതാണ്. മിക്കവാറും ഈ സ്പെക്കുലേഷൻ നടത്തുന്നത് ഒരു ഷോർട്ട് പീരീഡ് എന്നുള്ളതിന്റെ ബേസിസിലായിരിക്കും നടത്തുന്നത്. ഓക്കെ, ദെൻ ഇൻവെസ്റ്റ്മെന്റിന്റെയും സ്പെക്കുലേഷന്റെയും ഡിഫറൻസ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ലോങ് പീരീഡിലോട്ട് ചെയ്യുന്നതാണ്, ലൈക്ക് 1 ഇയറോ അല്ലെങ്കിൽ മോർ ദാൻ 1 ഇയർ ചെയ്യുന്നതാണ്. പക്ഷെ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് ഫ്യൂ ഡേയ്സിനോ അല്ലെങ്കിൽ മന്ത്സിനോ വേണ്ടിയാണ് നമ്മൾ ഈ സ്പെക്കുലേഷൻ തന്നെ ചെയ്യുന്നത്. ഒരു ഷോർട്ട് പീരീഡ് ആണ്. ഓക്കെ, ദെൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മോഡറേറ്റ് റിസ്ക് ആണ്, സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് ഹൈ റിസ്ക് ആണ്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് തന്നെ ഇൻവെസ്റ്റ്മെന്റിന് റിട്ടേൺ ഏൺ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ സ്പെക്കുലേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ക്യാപിറ്റൽ. ദെൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ് യൂസസ് ഹിസ് ഓൺ ഫണ്ട്സ് ആൻഡ് അവോയ്ഡ് ബോറോവേഡ് ഫണ്ട്, അതായത് അവരുടെ കയ്യിലുള്ള ഓൺ ഫണ്ട് വെച്ചിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ നടത്തുന്നത്. പക്ഷെ ഈ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് അവരുടെ ഫണ്ടും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ബോറോഡ് ഫണ്ട്സ് കൂടി അവർ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇൻവെസ്റ്റ്മെന്റും സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് അതായത് ഒരു പ്ലഷർ ആൻഡ് പെയിൻ എന്നുള്ളതാണ് ഈ ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. ഗാംബ്ലിംഗിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് തന്നെ ഈസി മണി ഫോർ ലേസി പേഴ്സൺസ് എന്നാണ് ഈ ഗാംബ്ലിംഗിനെ തന്നെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഗാംബ്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഗെയിംസിലൂടെ വിൻ ചെയ്യുക എന്നുള്ളതാണ്. ലൈക്ക് ഹോഴ്സ് റേസ്, അതേപോലെ തന്നെ കാർഡ് ഗെയിംസ്, ലോട്ടറീസ് എന്നുള്ളതൊക്കെയാണ് ഗാംബ്ലിംഗിൽ വരുന്നത്. ദെൻ ഗാംബ്ലിംഗും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് ഷോർട്ട് പീരീഡ് ആണ്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ലോങ് പീരീഡ് ആണ്. ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു റിട്ടേൺ വിത്ത് എൻജോയ്മെന്റ് ആണ്. ഓക്കെ, ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് ലൈക്ക് നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ കാർഡ് ഗെയിംസ് കളിക്കുകയാണെങ്കിൽ അവിടെ ഒരു എൻജോയ്മെന്റ്സ് കൂടിയാണല്ലോ. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ മെയിൻ എയിം തന്നെ റിട്ടേൺ ആണ്. ദെൻ ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ റിസ്ക് ആണ്. ഓക്കെ, നമ്മൾ റിസ്ക് ആയിട്ട് അത് കണ്ടാൽ റിസ്ക് അല്ലെങ്കിൽ റിസ്ക് അല്ല. ഓക്കെ, അങ്ങനെയാണ് ഗാംബ്ലിംഗ്. തന്നെ
ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു കമേഴ്ഷ്യൽ റിസ്ക് ആണ് നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഗാംബ്ലിംഗ് എന്ന് പറയുന്ന സമയത്ത് ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് ദർ ഇസ് നോ അനാലിസിസ് ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ. റിസ്ക്കും റിട്ടേണിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ഒന്നും അവിടെ ഇല്ല. ഓക്കെ, റിസ്ക് എന്ന് പറയുന്നത് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ആണല്ലോ. ഓക്കെ, ദെൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് അവിടെ വന്നിട്ട് നമ്മുടെ ഈ റിസ്കിന്റെയും റിട്ടേണിന്റെയും അനാലിസിസ് നമ്മൾ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. ദെൻ ഇതിന് ശേഷം നിങ്ങൾക്ക് വരുന്നത് റിട്ടേൺ ആൻഡ് റിസ്ക് ആണ്. റിട്ടേൺ ആൻഡ് റിസ്ക്കും അതിന്റെ തിയറിയും ആസ് വെൽ ആസ് പ്രോബ്ലം നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ കൺസെപ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളത്. ഓക്കെ, സോ ഈ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. വേരിയസ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, അതേപോലെ തന്നെ ലൈക്ക് ഇൻഡസ്ട്രീസ്, അങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയിൽ നിന്നും നമ്മളുടെ ഈ റിസ്ക് എലൊക്കേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഇത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂൾ തന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഒരു റിട്ടേൺ, മാക്സിമം റിട്ടേൺ നമ്മൾ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇൻവെസ്റ്റിംഗ് ദ ഡിഫറെന്റ് ഏരിയാസ് ദാറ്റ് വുഡ് ഈച്ച് റിയാക്ട് ഡിഫറെന്റ്ലി ടു ദ സെയിം ഇവന്റ്. അതായത് നമ്മളൊരു ഇക്വിറ്റിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വെക്കാം. ഓക്കെ, നമ്മൾ ഡിഫറെന്റ് മാർക്കറ്റ്സിൽ ഇക്വിറ്റീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് രണ്ടിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ് കിട്ടുന്നത് എന്നാണ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെ അവർ പറയുന്നത്. ഒരു ലോങ് റേഞ്ച് ഓഫ് ഗോൾ ആണ് നമ്മൾക്ക് ഈ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളതിലൂടെ അവർ പറയുന്നത്. അതേപോലെ തന്നെ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നതാണ് ഡു നോട്ട് പുൾ ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്നുള്ളതാണ്. അതായത് ഒറ്റ ഒരു ഇൻവെസ്റ്റ്മെന്റിലോട്ട് തന്നെ ചെയ്യാതെ, അതായത് ഇക്വിറ്റിയിൽ മാത്രം തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡൈവേഴ്സിഫിക്കേഷൻ കൺസെപ്റ്റിലൂടെ പറയുന്നത്. ഓക്കെ, like having eggs in multiple baskets reduce risk, as if one basket breaks not all eggs are lost എന്നുള്ളതാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളതിലൂടെ ഒരു കൺസെപ്റ്റിലൂടെ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഈ ഡൈവേഴ്സിഫിക്കേഷനിൽ പറയുന്നത് തന്നെ ഡൈവേഴ്സിഫിക്കേഷന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് വന്നിട്ട് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ഡിഫറെന്റ് ക്ലാസസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ റിസ്ക് ലെവൽസ് ആണ്, ദെൻ ഇൻഡസ്ട്രീസ്, ദെൻ ഫോറിൻ മാർക്കറ്റ് എന്നുള്ളതാണ് അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഹെഡ്ജിങ് എന്ന് പറയുമ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിന് വന്നിട്ട് അവരുടെ റിസ്കിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഹെഡ്ജിങ് എന്ന് പറയുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സിന് അവർ എടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിലൂടെ എത്രത്തോളം റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ റിസ്കിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഓക്കെ, എ ഹെഡ്ജ് ഇസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേറ്റസ് വിച്ച് എയിംസ് അറ്റ് ഡിക്രീസിംഗ് ദ പോസിബിൾ ലോസസ് സഫേർഡ് ബൈ ആൻ അസോസിയേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ഹെഡ്ജിങ്ങിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൽ ടൈപ്സ് ഓഫ് ഹെഡ്ജിങ് ഉണ്ട്. ഫോർവേഡ് കോൺട്രാക്ട് ഉണ്ട്, ഫ്യൂച്ചർ കോൺട്രാക്ട് ഉണ്ട്, ദെൻ മണി മാർക്കറ്റ് ഉണ്ട്. അതിൽ ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ടു പാർട്ടീസ് ബൈയിങ് ഓർ സെല്ലിംഗ് അസറ്റ്സ് ഓൺ ദ സ്പെസിഫൈഡ് ഡേറ്റ് അറ്റ് ദ പെർട്ടിക്കുലർ പ്രൈസ്. ദിസ് കവേഴ്സ് ദ കോൺട്രാക്ട് സച്ച് ആസ് ദ ഫോളോയിങ് എക്സ്ചേഞ്ച് കോൺട്രാക്ട് ഫോർ കമോഡിറ്റീസ് ആൻഡ് കറൻസീസ് എന്നുള്ളതാണ് ഫോർവേഡ് കോൺട്രാക്ട് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു സ്പെസിഫൈഡ് ഡേറ്റ് ഉണ്ടാകും, ഒരു പെർട്ടിക്കുലർ പ്രൈസും ഉണ്ടാകും, അതേപോലെ തന്നെ രണ്ട് പാർട്ടീസ് ഉണ്ടാകും. അവിടെ നടക്കുന്നത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് കൂടിയാണ്. അതാണ് ഫോർവേഡ് കോൺട്രാക്ട്. ദെൻ ഫ്യൂച്ചർ കോൺട്രാക്ട് ആണെങ്കിലോ ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് കോൺട്രാക്ട് ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് കോൺട്രാക്ട് ആണ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ഫോർ ബൈയിങ് ഓർ സെല്ലിംഗ് അസറ്റ്സ് അറ്റ് ആൻ അഗ്രീഡ് പ്രൈസ് ആണ്. ഓക്കെ, അവിടെ വന്നിട്ട് ഒരു പെർട്ടിക്കുലർ പ്രൈസ് ആണ്, പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു അഗ്രീഡ് പ്രൈസ് ആണ്. അതേപോലെ തന്നെ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാകും, ഒരു സ്പെസിഫൈഡ് ഡേറ്റും ഉണ്ടാകും. ഇതെന്ന് പറയുന്നത് ഒരു വേരിയസ് കോൺട്രാക്ടിനെ കവർ ചെയ്തിട്ടാണ് നമ്മുടെ ഫ്യൂച്ചർ കോൺട്രാക്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഷോർട്ട് ടേം ബൈയിങ് ആണ്, സെല്ലിംഗ് ആൻഡ് ലെൻഡിങ് നടക്കുന്ന ഒരു മാർക്കറ്റാണ്. ലെസ് ദാൻ 1 year മെച്യൂരിറ്റി വരുന്നതാണ്. അതൊക്കെയാണ് മണി മാർക്കറ്റിൽ വരുന്നത്. ദെൻ ഈ ഹെഡ്ജിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഒന്ന് വന്നിട്ട് ഇറ്റ് സർവ് എ ഹാർഡ് മാർക്കറ്റ് പീരീഡ്. അതായത് ഹാർഡ് മാർക്കറ്റ് പീരീഡ് വരുന്ന സമയത്തും ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ലോസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വേരിയസ് അസറ്റ്സ് ക്ലാസ് വന്നിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന കൂടിയുണ്ട്, ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുന്ന കൂടിയുണ്ട്. അതേപോലെ തന്നെ ഹെഡ്ജിങ് നമ്മുടെ നമ്മുടെ ട്രേഡിംഗ്സിൽ നമ്മൾ കുറെ ഓപ്പർച്യൂണിറ്റീസിനും അതേപോലെ തന്നെ കോംപ്ലക്സ് ഓപ്ഷൻസ് വരുന്ന സമയത്ത് മാക്സിമം റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് ഹെഡ്ജസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിംഗ് ദ ലിക്വിഡിറ്റിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഹെഡ്ജിങ് ഇൻക്രീസ് ലിക്വിഡിറ്റി ആസ് ഇറ്റ് ഫെസിലിറ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ വേരിയസ് അസറ്റ്സ് ക്ലാസ്സസ്. അതായത് വേരിയസ് അസറ്റ്സ് ക്ലാസ്സിലുള്ള ഒരു ലിക്വിഡിറ്റി എന്നുള്ളതാണ് അവർ എയിം ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ്
ഹെഡ്ജിങ് റിക്വയർസ് ലോവർ മാർജിൻ ഔട്ട്ലേ. ഓക്കെ, ഒരു ലോവർ മാർജിൻ ഔട്ട്ലേ ആണ് ഇവർ വന്നിട്ട് ഓഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഈ എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിംഗ് പ്രോസസ് ദാറ്റ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ ഇൻവെസ്റ്റേഴ്സ് പേഴ്സണൽ വാല്യൂ ലൈക്ക് സോഷ്യൽ, മോറൽ, റിലീജിയസ്, പൊളിറ്റിക്കൽ ഓർ എൻവറോൺമെന്റൽ ബിഫോർ മേക്കിംഗ് ദ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നതിന്റെ മുന്നിൽ സൊസൈറ്റിനെ കുറിച്ചും അവരുടെ ഒരു പൊളിറ്റിക്കൽ അതേപോലെ തന്നെ എൻവറോൺമെന്റൽ എന്നുള്ള എല്ലാ കാര്യത്തിനെ കുറിച്ചും അനാലിസിസ് നടത്തിയിട്ട് വേണം ഒരു ഇൻവെസ്റ്റേഴ്സ് തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അതിനെയാണ് ഈ എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഈ അപ്രോച്ച് വന്നിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എൻവറോൺമെന്റ് ആയിട്ടും സൊസൈറ്റി ആയിട്ടും അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ പ്രോസസ്സുമായിട്ട് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കൂടി എത്തിക്കൽ ഇൻവെസ്റ്റിംഗിൽ ഉണ്ട്. സോ ഈ എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇൻഡിവിജ്വൽസിന് അവരുടെ അതാതായിട്ടുള്ള പവർ ഉണ്ട്. അതേപോലെ തന്നെ ഒരു ക്യാപിറ്റലിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസസും അതേപോലെ തന്നെ ഒരു വാല്യൂ അലൈൻമെന്റ്സ് അതേപോലെ തന്നെ പേഴ്സണൽ ബിലീഫ്സ് എന്നുള്ളതൊക്കെയാണ് ഈ എത്തിക്കൽ ഇൻവെസ്റ്റിംഗിലൂടെ പറയുന്നത്. എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് നമുക്ക് രണ്ട് ഇൻവെസ്റ്റിംഗ് ആണ് വരുന്നത്. ഒന്ന് വന്നിട്ട് പോസിറ്റീവ് ഇമ്പാക്റ്റും നെഗറ്റീവ് ഇമ്പാക്റ്റും ആണ് വരുന്നത്. പോസിറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു കമ്പനീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചൂസ് ചെയ്യുന്നത് അവരുടെ വാല്യൂസും നമ്മളുടെ വാല്യൂസും സെയിം ആയിരിക്കും. അതായത് അവരെന്താണോ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഔട്ട്പുട്ട് എന്താണോ നമ്മൾ നോക്കുന്നത് അതേപോലെ തന്നെ അവർ എന്താണോ നമ്മളിലൂടെ നിന്ന് നോക്കുന്നത് രണ്ടും സെയിം ആയിരിക്കും. അതാണ് പോസിറ്റീവ് ഇമ്പാക്ട്. ദെൻ നെഗറ്റീവ് ഇമ്പാക്ട് ആണെങ്കിൽ രണ്ടാളും തമ്മിലുള്ള ക്ലാഷ് ആണ്. അതായത് രണ്ടാളുടെ തമ്മിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. സോ ആ കമ്പനീസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്സ് ഓഫ് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒന്ന് വന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓൺ സോഷ്യൽ വാല്യൂസ് ആണ്. സോഷ്യൽ നോംസ് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെ റൈറ്റ് ആൻഡ് എന്തൊക്കെ റോങ് എന്നുള്ളത്. സോ അതിന്റെ ബേസിസിൽ വേണം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓൺ മോറൽ വാല്യൂസ് എന്നുള്ളത്. സോ ഈ ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓൺ മോറൽ വാല്യൂസ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഇൻവെസ്റ്റ്മെന്റിൽ an investor would not invest in any industry or company that does not align with his social or moral values. Okay, ഒരു മോറൽ വാല്യൂസ് ഇല്ലാതെ യാതൊരു കമ്പനീസും അല്ലെങ്കിൽ യാതൊരു പേഴ്സൺസും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓൺ റിലീജിയസ് വാല്യൂ എന്നുള്ളതാണ്. ഓരോ റിലീജിയസ് വാല്യൂസ് അതേപോലെ തന്നെ അവരുടെ ബിലീഫ്സ് എന്നുള്ളതിന്റെ ബേസിസിലായിരിക്കും അവരുടെ കൾച്ചർ എന്നുള്ളതിന്റെ ബേസിസിലായിരിക്കും അവർ സെലക്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓൺ പൊളിറ്റിക്കൽ വാല്യൂ എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ വാല്യൂ എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കലായിട്ട് വരുന്ന എഫക്ട്സും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓൺ എൻവറോൺമെന്റൽ വാല്യൂ ഓർ ഗ്രീൻ ഇൻവെസ്റ്റിംഗ് ആണ്. ഗ്രീൻ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എൻവറോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണം ഇരിക്കാൻ. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് എത്തിക്കൽ ഇൻവെസ്റ്റിംഗിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന് വന്നിട്ട് ഇൻവെസ്റ്റേഴ്സിന്റെ വാല്യൂ നോക്കുന്നുണ്ട്. ദെൻ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് സൊസൈറ്റിക്കും എൻവറോൺമെന്റിനും കിട്ടുന്നത്. ദെൻ അതേപോലെ തന്നെ ഒരു മോണിറ്ററി ബട്ട് ഹാവ് ആൻ ഓവറോൾ ഇമ്പാക്റ്റ് വന്നിട്ട് കിട്ടുന്നുണ്ട്. മോണിറ്ററി മാത്രമല്ലാതെ മറ്റുള്ള ഒരു ഓവറോൾ ഇമ്പാക്റ്റ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് അഡ്വാൻറ്റേജസ്. ദെൻ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഇസ് നോട്ട് ഫിക്സ് ദ സെയിം റിട്ടേൺ ആസ് ദ അതർ ഇൻഡസ്ട്രി. അതായത് ഒരു ഇൻഡസ്ട്രിക്ക് കിട്ടുന്ന റിട്ടേൺ അല്ല മറ്റൊരു ഇൻഡസ്ട്രിക്ക് കിട്ടുന്നത്, രണ്ടും ഡിഫറെന്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വന്നിട്ട് എക്കോ ഫ്രണ്ട്ലി ആണ്. പക്ഷെ എല്ലാ ടൈമിലും ആ റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ഡിസ്അഡ്വാൻറ്റേജസ്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ബേസ്ഡ് ഓൺ എവറി പെർട്ടിക്കുലർ ഇൻവെസ്റ്റർ. സോ എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓരോ പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ ബേസിസിൽ തന്നെയാണ് വരുന്നത്. ഓരോരുത്തരും തിങ്ക് ചെയ്താൽ മാത്രമല്ല നമ്മൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മൾക്ക് ഇതിൽ പറയുന്നത്. ഒരാൾ അക്സെപ്റ്റ് ചെയ്യണത് ഇന്നൊരാൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഇസ് ദ സബ്ജക്ടിവിറ്റി കൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.